നിശ്ചല ചിത്രങ്ങളുടെ ക്യാൻവാസുകൾ പോലെയാണ് സിക്കിമിലെ ഈ വഴിയോരങ്ങൾ. മഞ്ഞ് പുതപ്പണിഞ്ഞ മലനിരകൾ, തണുത്തുറഞ്ഞ തടാകങ്ങൾ, ദുരൂഹത തളം കെട്ടിക്കിടക്കുന്ന താഴ്വരയുടെ ദൂരക്കാഴ്ചകൾ. മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിൽ മറ്റാരോ കൂടിയുണ്ട്. അരൂപിയായ ആരോ ഒരാൾ. നാഥുലയിലെ ആ നായകൻ്റെ ഹൃദയതാളം പോലെ ഇടവിട്ട് കേൾക്കുന്ന വൈപ്പറിൻ്റെ പിടിപ്പ്. ഇൻഡോ ചൈന അതിർത്തിയിലെ നാഥുല പാസാണിത്. ഇന്ത്യൻ സൈന്യത്തിന് തന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരിടം. ഇന്ത്യൻ ചൈനീസ് സൈന്യങ്ങളുടെ അതിർത്തി പേഴ്സണൽ മീറ്റിംഗ് പോയിന്റുകളിൽ ഒന്നാണ്. ഏതോ രൂഢമൂലമായ ഒരു വിശ്വാസത്തിൽ നിന്നും പിറവിയെടുത്ത ഈ ക്ഷേത്രം നിർമ്മിച്ചത് പഞ്ചാബ് റെജിമെന്റിലെ സൈനികരാണ്. കടന്നു പോകുന്ന ആളുകളും പിന്നെ സൈനികരും ഈ ശ്രീകോവിലിൽ പൂജകൾ അർപ്പിക്കുന്നു. ഇവിടെയുള്ള മറ്റെന്തിനേക്കാളും ശക്തമായ ഒരു സ്പന്ദനം നാഥുലയിലെ ഈ ചുവരുകളിൽ കാണുന്നു. ആരാണ് നാഥുലയുടെ ഈ നായകൻ? ഹർഭജൻ സിംഗ് ആണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓരോ പട്ടാളക്കാരൻ്റെയും ധൈര്യവും പ്രതിസന്ധികളിലെ സഹയാത്രികനുമായ ബാബ ഹർഭജൻ സിംഗ്. ജീവിത വഴികളിലൂടെ ഒത്തിരി യാത്രകൾ ചെയ്ത ഒരു മുതിർന്ന പൗരനെയാണ് നാമെല്ലാം ബാബ എന്ന് വിളിക്കുന്നത്. എന്നാൽ നാഥുലയിലെ ഈ ബാബയ്ക്ക് പ്രായം വെറും 23 വയസ്സ്. കപൂർത്തല ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച് പഞ്ചാബ് റെജിമെന്റിൽ ചേർന്ന ഹർഭജൻ സിംഗ് എന്ന സാധാരണ ശിപ്പായി 1940കളുടെ ഒടുക്കം സൈനിക സേവനത്തിനിടെ നാഥുലയിലേക്ക് പോകവെ ഒരു ഹിമപാതത്തിൽപ്പെട്ട് ജീവൻ വെടിഞ്ഞു. 3 ദിവസത്തോളം മഞ്ഞിൽ പുതഞ്ഞു കിടന്ന സ്വന്തം മൃതദേഹം കണ്ടെത്താൻ തൻ്റെ സഹപ്രവർത്തകരായ പട്ടാള ഉദ്യോഗസ്ഥരെ സഹായിച്ചത് ഹർഭജൻ സിംഗ് തന്നെയായിരുന്നുവെന്ന് അനുഭവ സാക്ഷ്യങ്ങൾ നിരത്തി ഏവരും പറയുന്നു. ഹർഭജൻ സിംഗിനായി ദേവാലയം പണിത സഹപ്രവർത്തകർ അദ്ദേഹത്തിന് ബാബ എന്ന പദവി നൽകി. ആ ആത്മാവ് ഓരോ സൈനികനെയും സംരക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. മരണശേഷവും തങ്ങളെയും തൻ്റെ രാജ്യത്തെയും സംരക്ഷിക്കുന്ന വിശുദ്ധ പിതാവ്. വിചിത്രമായ വിശ്വാസങ്ങളും അന്ധമെന്ന് തോന്നിപ്പിക്കുന്ന കഥകളുമായി നാഥുല പാസ് വളരുവാൻ തുടങ്ങി. ദേവാലയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തീർത്ഥജലം രോഗബാധിതരെ സുഖപ്പെടുത്തുന്ന ദിവ്യ ഔഷധമായി. ഒരിക്കലും ആർക്കും ബാബയുടെ മുറി വൃത്തിയാക്കേണ്ടി വന്നിട്ടില്ല. അതെല്ലാം അദ്ദേഹം തന്നെ സ്വയം ചെയ്യുന്നുണ്ട്. ഒരു പൊടിമയം പോലുമില്ലാതെ യൂണിഫോം ഉൾപ്പെടെ എല്ലാം എപ്പോഴും ഭദ്രമായി അദ്ദേഹത്തിൻ്റെ മുറിയിലുണ്ട്. അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ കണിശക്കാരനായ ഹർഭജൻ ബാബ അലസത കാട്ടിയ തൻ്റെ സൈനികർക്ക് രാത്രികാലങ്ങളിൽ തല്ലുകൊടുത്ത കഥകളും നിരവധിയാണ്. അതിർത്തിയിൽ ചൈനീസ് ഭടന്മാരുടെ കടന്നുകയറ്റമുണ്ടാകാനുള്ള സാധ്യത
ദിവസങ്ങൾക്ക് മുൻപേ ബാബ ഇവരെ അറിയിക്കുന്നു. ഇങ്ങനെ കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുന്ന എത്രയെത്ര സത്യമാണ്. നാഥുലയിലെ ജനങ്ങളും സൈനികരും ഈ വിശ്വാസങ്ങളിൽ തങ്ങളുടെ ആത്മാവിനെ ബന്ധിച്ചിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാവണം 23-ാം വയസ്സിൽ ജീവൻ വെടിഞ്ഞ ഒരു സാധാരണ ശിപായിയെ അവർ മരണം രേഖപ്പെടുത്താതെ സർവീസിൽ നിലനിർത്തിയത്. സിപ്പായിയായ ഹർഭജൻ സിംഗിനല്ല, ക്യാപ്റ്റൻ ഹർഭജൻ സിംഗിനുള്ള പെൻഷൻ തുകയുമായാണ് റിട്ടയർമെൻറ്റ് ദിനത്തിൽ സൈനികർ കപൂർത്തല ജില്ലയിലുള്ള ബാബ ഹർഭജൻ സിംഗിൻ്റെ കുടുംബത്തെ കാണാനെത്തിയത്. എന്താണ് നാഥുലയിലെ ഈ ചുരുളഴിയാത്ത രഹസ്യത്തിൻ്റെ പൊരുൾ? അറിയില്ല. എന്തു തന്നെയായാലും അവിടെ കുറേ ജനങ്ങളും സൈനികരും പൂർണ്ണമായ ഒരു വിശ്വാസത്തിൻ്റെ സൗഖ്യം അനുഭവിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ്. മഞ്ഞുറഞ്ഞു കിടക്കുന്ന അതിർത്തി പ്രദേശത്തിൻ്റെ തീക്ഷ്ണമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്നും മോചനം നേടുവാനായി ഒരു ജനത കണ്ടെത്തിയ കേവല ബിംബം മാത്രമാണോ ബാബ ഹർഭജൻ സിംഗ്? അതോ അദൃശ്യമായ ഒരു സമാന്തര ലോകത്തിലൂടെ തൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പം എന്നും സഞ്ചരിക്കുന്ന ഏതോ ഒരു തേജോരൂപിയോ? എന്തുതന്നെയായാലും നാഥുല പാസിൻ്റെ ആകാശത്ത് ഉയർന്നു പറക്കുന്ന ഈ ത്രിവർണ്ണ പതാക ഒരു സൈനിക വ്യൂഹത്തിന് പകർന്നു നൽകുന്ന കരുത്ത് കുറച്ചൊന്നുമല്ല. നമ്മുടെ ദേശീയതയെയും ആ കൊടി പിടിച്ചിരിക്കുന്ന ബാബ ഹർഭജൻ സിംഗിൻ്റെ കരുത്തുറ്റ കരങ്ങളെയും അവർ അത്രയേറെ വിശ്വസിക്കുന്നു.